ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 17 തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇന്ത്യൻ വിപണിയിൽ ഒരു റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കൂടാതെ കഴിഞ്ഞ ആഴ്ച നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ കൂടിയാണ് വീക്ക്ലി ക്യാൻഡിലായിട്ട് ഫോം ആയിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങൾ ഓൾ ടൈം ഹൈ ലെവലിന് മുകളിലായിട്ട് ഒരു ബ്രേക്കിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സേഫായിട്ട് കണക്കാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇനി ഈ ഒരു ലെവൽ സൈഡ് വൈസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വരാം. ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി കുത്തനെ കുറച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം ഉണ്ടായിരുന്നിട്ടും ഒക്ടോബറിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി യഥാർത്ഥത്തിൽ വർദ്ധിച്ചതായിട്ടാണ് ഡാറ്റ കാണിക്കുന്നത്. 3.1 ബില്യൺ യൂറോയുടെ ഇറക്കുമതിയുമായി ഒക്ടോബറിൽ ഇന്ത്യ റഷ്യൻ ഫോസിൽ ഇറക്കുമതിയുടെ രണ്ടാമത്തെ വലിയ വാങ്ങലുകാരായി തുടരുന്നു. സെപ്റ്റംബറിനേക്കാൾ അല്പം കുറവാണിത്. 81% വിഹിതത്തോടെ ഇന്ത്യ റഷ്യൻ ഇറക്കുമതിയുടെ അസംസ്കൃത എണ്ണയാണ് ആധിപത്യം പുലർത്തുന്നത്. തുടർന്ന് കൽക്കരി, എണ്ണ ഉൽപ്പന്നങ്ങൾ എന്നിവയും മുന്നിൽ തന്നെയുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് വർദ്ധിച്ചത് ഇപ്പോൾ US-ഉമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യക്ക് മേൽ US കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, ഭക്ഷ്യവസ്തുക്കളുടെ തീരുവ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറച്ചിരിക്കുന്നു. ബീഫ്, തക്കാളി, കാപ്പി, വാഴപ്പഴം, തേങ്ങ, പരിപ്പ്, അവക്കാഡോ, പൈനാപ്പിൾ തുടങ്ങിയ 200-ലധികം ഭക്ഷ്യവസ്തുക്കളുടെ തീരുവയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. വോട്ടർമാരുടെ സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് മുൻപ് അമേരിക്കക്കാരുടെ പലചരക്ക് വില കുറയ്ക്കുക എന്നതാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. ഏതായാലും US ഇപ്പോൾ താരിഫ് കുറച്ചിരിക്കുന്നെങ്കിലും അത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം താരിഫ് ഒഴികെയുള്ള ഈ ഭക്ഷ്യവിഭാഗങ്ങളിൽ ഇന്ത്യയുടെ സാന്നിധ്യം വളരെ പരിമിതമാണ്. ഇന്ത്യക്ക് നേരിയ നേട്ടം മാത്രമാണ് ഇതുകൊണ്ട് ലഭിക്കുക. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്ക്. PSU ബാങ്ക് ഓഹരികൾ കഴിഞ്ഞ മാസം 17.88% ഉയർന്ന് ശക്തമായിട്ടുള്ള വളർച്ചയാണ് കാഴ്ചവെച്ചത്. സ്വകാര്യ ബാങ്ക് ഓഹരികളേക്കാൾ മികച്ച പ്രകടനമാണ് PSU ബാങ്ക് കാഴ്ചവെച്ചത്. നിഫ്റ്റി PSU ബാങ്ക് സൂചിക കഴിഞ്ഞ മാസത്തേക്കാൾ 10.58% നേട്ടം കൈവരിച്ചു. ഇനി PSU ബാങ്കിൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇന്ത്യ 17.88% ഉയർന്നു. കാനറ ബാങ്ക് 16.65%, ഇന്ത്യൻ ബാങ്ക് 13%, യൂണിയൻ ബാങ്ക് 11.5%, SBI 10.37% ഉയരുകയുണ്ടായി. അടുത്തതായി ഇന്ത്യയുടെ കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സെപ്റ്റംബറിൽ ഇന്ത്യയുടെ കൽക്കരി ഇറക്കുമതി 13.54% വർദ്ധിച്ച് 22.05 ദശലക്ഷം ടണ്ണായി ഉയർന്നു. ഒരു വർഷം മുൻപ് ഇത് 19.42 മെട്രിക് ടൺ ആയിരുന്നു. ഏതായാലും നമ്മൾ കോൾ ഇന്ത്യ പോലുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷോർട്ട് ടേമിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയായിട്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് നമുക്ക് വരാം. ആദ്യം US മാർക്കറ്റുകൾ. കഴിഞ്ഞ ആഴ്ച US മാർക്കറ്റുകളിൽ നാസ്ഡാക്ക് 0.5% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാരണം നോക്കുകയാണെങ്കിൽ ആൽഫബറ്റ്, ആമസോൺ, ബ്രോഡ്കോം, മെറ്റ പ്ലാറ്റ്ഫോം തുടങ്ങിയ പ്രധാനപ്പെട്ട ടെക് ഓഹരികൾ ഇടിഞ്ഞതാണ് നാസ്ഡാക്ക് ഇടിയാൻ കാരണമായത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച S&P 500-ഉം ഡൗ ജോൺസും ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1.83% ഇടിഞ്ഞു. വിപ്രോ 0.38% ഇടിവാണ് ഉണ്ടാക്കിയത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.58% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.47% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.47% ഉയർന്നു. യൂറോപ്യൻ വിപണിയിലേക്ക്. US-ൽ ടെക് ഓഹരികൾ ഇടിഞ്ഞതിന് ശേഷം യൂറോപ്യൻ വിപണിയിലും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം ഇടിയുകയുണ്ടായി. UK മാർക്കറ്റ് FTSE 1.13% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.76%, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.69% ഇടിഞ്ഞു. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 26,009 എന്ന നിലയിലാണ്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 55 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ നിലവിച്ച സാധ്യത കാണുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.51% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വരാം. സ്പോട്ട് ഗോൾഡിൽ ഒരു ഇടിവാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത്. 1.8% ഇടിഞ്ഞത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 91,720 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $95,000 താഴ്ന്നിരിക്കുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. ഉക്രൈൻ ഡ്രോൺ അറ്റാക്കിന് ശേഷം ഓയിൽ പ്രൈസുകളിൽ നല്ലൊരു കുതിപ്പ് കണ്ടു. 2% ഉയർന്നത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 2.19% ഉയർന്നപ്പോൾ WTI 2.39% നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. മറ്റൊരു കാര്യമുള്ളത്,
ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് വെറും 1299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല നല്ല പാറ്റേണിലുള്ള ധാരാളം സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്കാണ്. ആദ്യം മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. നെറ്റ് പ്രോഫിറ്റിൽ 74.3% വർധനമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 491.3 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 25% വർധനവ് വന്നു. 2135.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മികച്ച റിസൾട്ടായിട്ട് തന്നെ കാണാം. മറ്റൊരു കമ്പനി V2 റീറ്റെയിൽ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 17.23 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി നഷ്ടത്തിലായിരുന്നു. 1.93 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. കൂടാതെ റവന്യൂവിൽ 86.5% നല്ലൊരു വർധനവ് രേഖപ്പെടുത്തി. 708.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത നാരായണ ഹൃദയാലയ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 29.6% വർധനവ് വന്നിരിക്കുന്നു. 258.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.3% വർധനവും രേഖപ്പെടുത്തി. 1643.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് GMR പവർ ആൻഡ് അർബൻ ഇൻഫ്ര എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ വലിയൊരു വർധനവ് രേഖപ്പെടുത്തി. 248.2% വർധനവാണ് പ്രോഫിറ്റിൽ വർധനവ് വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ 888.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 30.8% വർധനവ് വന്നു. 1810.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് അശോക ബിൽഡ്കോൺ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 82.9% വലിയ ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 457 കോടി രൂപ പ്രോഫിറ്റിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. അവിടെയാണിപ്പോൾ 78 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 25.6% ഇടിവ് വന്നു. 1851.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സെയിൽ എന്ന സ്റ്റോക്ക് മാത്രമാണ്. ഇനി ബിഗിനേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, കൂടാതെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, അങ്ങനെ എല്ലാ മേഖലകളും നമ്മൾ കവർ ചെയ്തു പോകുന്നുണ്ട്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 4968 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 8461 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISൻ്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് വളരെ വലുതായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. ആദ്യം 25,910 31 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നല്ല ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു സെല്ലിംഗ് സോൺ നമ്മൾ അപ്സൈഡിൽ പറഞ്ഞതാണ്. ആ ഒരു സെല്ലിംഗ് സോണിൽ നിന്നും ഒരു ഇടിവ് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് നടന്നിരുന്നു. അതിനുശേഷം നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് കഴിഞ്ഞ ദിവസം ഫോം ആയിട്ടുള്ളത്. ഇനി നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ഒരു സോണിൽ നിന്നും എത്ര പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടാണ് ബൗൺസ് ബാക്ക് നൽകിയത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സോൺ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ് നമ്മളിവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ലോവർ ഹൈ ഫോർമേഷനാണ് 5 മിനിറ്റിൽ ഏറെക്കുറെ അവസാനത്തെ മണിക്കൂർ ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും ഫോം ആയിട്ടുള്ളത്. അവസാന മണിക്കൂറിൽ നല്ല ഒരു ബൗൺസ് ബാക്ക് നമുക്ക് ലഭിച്ചു. ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സോണാണ്, ഒരു സെല്ലിംഗ് സോൺ തന്നെയാണ് അപ്സൈഡിലുള്ളത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഫർദർ അപ്പ് മൂവ് നമുക്ക് നിഫ്റ്റിയിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യം 25,900 സ്ട്രൈക്കിൽ വെറും 6% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ചെറിയൊരു ലോങ് ബിൽഡപ്പ്. എന്നാൽ കോൾ സൈഡിൽ 34% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,850 സ്ട്രൈക്കിൽ 15% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 89% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തതായി 25,980 സ്ട്രൈക്കിൽ 30% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 57% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത്
26,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,518 136 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓൾ ടൈം ഹൈ ലെവലിന് അടുത്ത് തന്നെയാണുള്ളത്. അത് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുമുണ്ട്. ഇനി ഏതായാലും ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു അപ്പ് മൂവ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഒരു സൈഡ് വേസിലാണ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത് 57,136 നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. ഇപ്പോൾ തന്നെ ഉപയോഗിക്കുക. ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.